our new session of maths class. Today we are going to learn how to solve a system of linear equations in 2 or 3 variables. Before going into the details, first we think about what is a system of linear equations. System of linear equations means a system that contains 2 or more linear equations. രണ്ടോ അതിൽ കൂടുതലോ ലീനിയർ ഇക്വേഷൻസ് ചേർന്ന് വരുവാണെങ്കിൽ നമ്മൾ അതിനെ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് എന്ന് പറയും. Let us consider a system of linear equations. For example, consider the linear equations a1x plus b1y plus c1z equal to d1, a2x plus b2y plus c2z equal to d2, a3x plus b3y plus c3z equal to d3. 3 ലീനിയർ ഇക്വേഷൻസ് വന്നിട്ടുണ്ട് ഇവിടെ. 3 ലീനിയർ ഇക്വേഷൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിനെ പറയും സിസ്റ്റം ഓഫ്. ഹിയർ 3 ലീനിയർ ഇക്വേഷൻസ് ആർ ഗിവൺ or also 3 വേരിയബിൾസ് ആർ ഓൾസോ ഗിവൺ. ഇവിടുത്തെ 3 വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എക്സ്, വൈ, ഇസഡ് ആണ്. 3 ലീനിയർ ഇക്വേഷൻസും ഉണ്ട്. ആദ്യത്തെ ഇക്വേഷനിൽ എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് a1 ആണ്. രണ്ടാമത്തെ ലീനിയർ ഇക്വേഷനിൽ എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് a2 ആണ്. മൂന്നാമത്തെ ലീനിയർ ഇക്വേഷനിൽ എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് a3 ആണ്. അതുപോലെ തന്നെ വൈയുടെ കോയിഫിഷ്യൻറ്റ് ആദ്യത്തെ ഇക്വേഷനിൽ b1, രണ്ടാമത്തതിൽ b2, മൂന്നാമത്തതിൽ b3 ആണ്. സിമിലർലി ഇസഡിൻ്റെ കോയിഫിഷ്യൻറ്റ് ആദ്യത്തെ ഇക്വേഷനിൽ c1, രണ്ടാമത്തെ ഇക്വേഷനിൽ c2, മൂന്നാമത്തെ ഇക്വേഷനിൽ ഇസഡിൻ്റെ കോയിഫിഷ്യൻറ്റ് c3 ആണ്. d1, d2, d3 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. Now we have to find the solution of the system of linear equations. സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇക്വേഷനിൽ വേരിയബിൾസിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കണം. ഇവിടുത്തെ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എക്സ്, വൈ, ഇസഡ് ആണ്. അപ്പം എക്സ്, വൈ, ഇസഡിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. ഇങ്ങനെ ഒരു ലീനിയർ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താനുള്ള പല മാർഗങ്ങളും നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അല്ലേ? പക്ഷേ ഇവിടെ ആ മെത്തേഡിലല്ല നമ്മൾ ഈ വേരിയബിൾസിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുന്നത്. പകരം മെട്രിക്സ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഈ ലീനിയർ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുന്നത്. ഇതിന് വേണ്ടിയിട്ട് തന്നിരിക്കുന്ന ലീനിയർ ഇക്വേഷൻസിനെ എല്ലാം നമ്മൾ മെട്രിക്സ് ഇക്വേഷനിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അതായത് മെട്രിക്സ് ഫോമിലേക്ക് ഇതിനെയെല്ലാം മാറ്റി എഴുതിയിട്ട് അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ ലീനിയർ ഇക്വേഷൻസിനെ എല്ലാം മെട്രിക്സ് ഫോമിലേക്ക് അല്ലെങ്കിൽ മെട്രിക്സ് ഇക്വേഷനാക്കി എഴുതുന്നതെന്നുള്ളതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഈ ലീനിയർ ഇക്വേഷൻസ് നമ്മുടെ മനസ്സിലുണ്ടല്ലോ. a1x പ്ലസ് b1y പ്ലസ് c1z ഈക്വൽ ടു d1, a2x പ്ലസ് b2y പ്ലസ് c2z ഈക്വൽ ടു d2, a3x പ്ലസ് b3y പ്ലസ് c3z ഈക്വൽ ടു d3. ഈ ലീനിയർ ഇക്വേഷൻസിനെ എല്ലാം നമ്മൾ മെട്രിക്സ് ഫോമിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ലെറ്റ് ക്യാപിറ്റൽ A ഈസ് ഈക്വൽ ടു മെട്രിക്സ് എന്താണെന്ന് നോക്കിയേ. മെട്രിക്സ് a1 b1 c1, a2 b2 c2, a3 b3 c3. എങ്ങനെയാണ് ഈ മെട്രിക്സ് ഫോം ചെയ്തിരിക്കുന്നതെന്ന് നോക്കുക. എങ്ങനെയാണ് ഈ മെട്രിക്സ് ഫോം ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഐഡിയ കിട്ടിയോ? ഓക്കെ, എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും കോയിഫിഷ്യൻസ് മാത്രം എടുത്തെഴുതിയല്ലേ ആ മെട്രിക്സ് ഫോം ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഇക്വേഷനിൽ എക്സ്, വൈ, ഇസഡിൻ്റെ കോയിഫിഷ്യൻ, സെക്കൻഡ് ഇക്വേഷനിലെ എക്സ്, വൈ, ഇസഡ് അതിൻ്റെ കോയിഫിഷ്യൻ, തേർഡ് ഇക്വേഷനിലെ എക്സ്, വൈ, ഇസഡ് അതിൻ്റെ കോയിഫിഷ്യൻ. ആ കോയിഫിഷ്യൻസ് മാത്രം എടുത്താണ് എ എന്ന് പറയുന്ന മെട്രിക്സ് ഫോം ചെയ്തിരിക്കുന്നത്. Therefore, capital A is called the coefficient matrix. കോയിഫിഷ്യൻ്റ് ഉപയോഗിച്ച് ഫോം ചെയ്യുന്ന മെട്രിക്സ് കോയിഫിഷ്യൻ്റ് മെട്രിക്സ്. ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് അത് ഏത് ടൈപ്പ് മെട്രിക്സ് ആണ്? കോളം മെട്രിക്സ് ആണ്. ഒരു കോളം മാത്രമുള്ള മെട്രിക്സ്. ആ മെട്രിക്സ് എങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നത് നോക്കിയേ.
നമ്മുടെ ലീനിയർ ഇക്വേഷനിൽ എത്ര വേരിയബിൾസ് ഉണ്ടോ ആ വേരിയബിൾസ് എല്ലാം കൂടെ ചേർത്തെഴുതുന്ന മെട്രിക്സ് ആണ് ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ മെട്രിക്സിന് പറയുന്ന പേര് വേരിയബിൾ മെട്രിക്സ് എന്നാണ്. അടുത്ത ബി എന്ന് പറയുന്ന മെട്രിക്സ് ഫോം ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. ബി എന്ന് പറയുന്ന മെട്രിക്സ് ഫോം ചെയ്തിരിക്കുന്നത് കോൺസ്റ്റൻറ്റ് എല്ലാം കൂടെ എടുത്ത് ഫോം ചെയ്തിരിക്കുകയാണ്. ആ ലീനിയർ ഇക്വേഷനിലെ കോൺസ്റ്റൻറ്റുകൾ ചേർത്താണ് ബി എന്ന് പറയുന്ന മെട്രിക്സ് ഫോം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആ മെട്രിക്സിന് നമ്മൾ പറയുന്ന പേര് കോൺസ്റ്റൻറ്റ് മെട്രിക്സ് എന്നാണ്. അപ്പോൾ എ എന്ന് പറയുന്ന മെട്രിക്സ് കിട്ടി, എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് കിട്ടി, ബി എന്ന് പറയുന്ന മെട്രിക്സ് കിട്ടി. ഈ മൂന്ന് മെട്രിക്സും കൂടെ നമ്മൾ ഇതേ ഫോമിലേക്ക് മാറ്റുവാണ്. എങ്ങനെ എഴുതിയേക്കുന്നത് നോക്കിയേ. എ എക്സ് ഈക്വൽ ടു ബി. എ എന്ന് പറയുന്ന മെട്രിക്സും എക്സ് എന്ന് പറയുന്ന മെട്രിക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എങ്ങനെയായിരിക്കും ഇക്വേഷൻ? a1x പ്ലസ് b1y പ്ലസ് c1z, അടുത്ത a2x പ്ലസ് b2y പ്ലസ് c2z, a3x പ്ലസ് b3y പ്ലസ് c3z. റൈറ്റ് സൈഡിൽ ബി എന്ന് പറയുന്നത് d1 d2 d3 എന്നാണ്. അപ്പം ഈ രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആകുമ്പം എങ്ങനെ കിട്ടും ഇക്വേഷൻസ്? a1x പ്ലസ് b1y പ്ലസ് c1z ഈക്വൽ ടു d1, a2x പ്ലസ് b2y പ്ലസ് c2z ഈക്വൽ ടു d2, a3x പ്ലസ് b3y പ്ലസ് c3z ഈക്വൽ ടു d3 എന്ന് തന്നെ കിട്ടും. ആ കിട്ടിയ ലീനിയർ ഇക്വേഷനെ നമ്മൾ ഏതിലേക്ക് ഫോമിലേക്ക് മാറ്റി? മെട്രിക്സ് ഫോമിലേക്ക് മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. എ എക്സ് ഇസ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന ഇക്വേഷനിൽ നിന്ന് നമുക്ക് എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് എന്ന് പറയുന്ന ഇവിടുത്തെ മെട്രിക്സ് ആണ്. ആ മെട്രിക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള വേരിയബിൾസായ എക്സ്, വൈ, ഇസഡ് ഇതിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. എ എക്സ് ഇസ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ എ ഇൻവേഴ്സ് കൊണ്ട് രണ്ട് സൈഡും മൾട്ടിപ്ലൈ ചെയ്യുക. പ്രീ മൾട്ടിപ്ലൈയിങ് ബൈ എ ഇൻവേഴ്സ്, അതായത് എ എക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലും എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ബിയുടെ ലെഫ്റ്റ് സൈഡിലും എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറും? എ ഇൻവേഴ്സ് ഇൻറ്റു എ എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി. ഇനി എ ഇൻവേഴ്സും എയും കൂടെ ഗ്രൂപ്പ് ചെയ്യുക. അപ്പോഴെന്ത് കിട്ടും? എ ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻറ്റു എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി. നമുക്കറിയാം ഒരു മെട്രിക്സും അതിൻ്റെ ഇൻവേഴ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ് കിട്ടുന്നത്. ഇവിടെ എയുടെ ഇൻവേഴ്സായ എ ഇൻവേഴ്സ് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത്. അപ്പം എ ഇൻവേഴ്സ് ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. അപ്പം ലെഫ്റ്റ് സൈഡ് ഇക്വേഷൻ ഐ ഇൻറ്റു എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി. ഐ ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ ഏതൊരു മെട്രിക്സിനെയും ഐഡൻറ്റിറ്റി മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മെട്രിക്സ് തന്നെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഐ ഇൻറ്റു എക്സ് എന്നുള്ളതിന് പകരം എക്സ് എന്ന് എഴുതാം. ദെർഫോർ എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി എന്ന് കിട്ടി. അതായത് എക്സിൻ്റെ വാല്യൂ, എക്സ് എന്ന് പറയുന്ന മെട്രിക്സിലെ എക്സ്, വൈ, ഇസഡിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുന്നതിന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? എ ഇൻവേഴ്സ് ബി കണ്ടുപിടിച്ചാൽ മതി. എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്നത് ഇൻവേഴ്സ് ഓഫ് എ ആണ് എ ഇൻവേഴ്സ് എന്ന് എഴുതുന്നത്. ബി എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ അസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന മെട്രിക്സ് ആണ്. അപ്പോൾ എ ഇൻവേഴ്സ് ബി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വേരിയബിൾസിൻ്റെ വാല്യൂസ് കിട്ടും. എന്താണ് കൺസിസ്റ്റൻറ്റ് സിസ്റ്റം? കൺസിസ്റ്റൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഈസ് സെറ്റ് ടു ബി കൺസിസ്റ്റൻറ്റ് ഇഫ് ഇറ്റ് സൊല്യൂഷൻ എക്സിസ്റ്റ്. സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയും കൺസിസ്റ്റൻറ്റ് സിസ്റ്റം എന്ന്. അപ്പോൾ സൊല്യൂഷൻ ഇല്ലാത്ത സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ഉണ്ടോ? അങ്ങനെയുള്ളതും ഉണ്ട്. അത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കും. സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യാത്ത സിസ്റ്റം ഓഫ് ഇക്വേഷനെ പറയുന്നതാണ് ഇൻകൺസിസ്റ്റൻറ്റ് സിസ്റ്റം. അപ്പോൾ സൊല്യൂഷനുള്ള ഇക്വേഷൻ കൺസിസ്റ്റൻറ്റ് സിസ്റ്റമാണ്. സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യാത്തത് ഇൻകൺസിസ്റ്റൻറ്റ് സിസ്റ്റമാണ്. ഇനി എങ്ങനെ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്ന് കഴിഞ്ഞാൽ മെട്രിക്സ് മെത്തേഡിൽ അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ലെറ്റ് us consider a question. Solve the system of equations by matrix method. മെട്രിക്സ് മെത്തേഡ് ഉപയോഗിച്ച് ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടെത്തണം. സൊല്യൂഷൻ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള വേരിയബിൾസിൻ്റെ വാല്യൂസ് കണ്ടെത്തണം. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കുക. 2x plus 5y equal to 1, 3x plus 2y equal to 7.
ഇവിടെ തന്നിരിക്കുന്ന രണ്ട് ലീനിയർ ഇക്വേഷൻസാണ് ഉള്ളത്. അതിനെ നമ്മൾ പറയുന്നത് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ്. ഏതൊക്കെ വേരിയബിൾസ് ഇവിടെ ഉണ്ട്? രണ്ട് വേരിയബിൾസ്, ശരിയല്ലേ? ഏതൊക്കെയാണത്? എക്സും വൈയും. ഈ തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷനെ നമ്മൾ മെട്രിക്സ് മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മെട്രിക്സ് ഫോം ചെയ്യണം. ക്യാപിറ്റൽ എ എന്ന് പറയുന്ന മെട്രിക്സ് നമ്മൾ കോഎഫിഷ്യൻ്റ് ഉപയോഗിച്ചാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കോഎഫിഷ്യൻ്റ് മെട്രിക്സ് ക്യാപിറ്റൽ എ എങ്ങനെ ഫോം ചെയ്യാം നോക്കാം. ക്യാപിറ്റൽ എ ഈസ് ഈക്വൽ ടു ആദ്യത്തെ ഇക്വേഷനിലെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റും വൈയുടെ കോഎഫിഷ്യൻറ്റും എടുക്കുക. രണ്ടാമത്തെ ഇക്വേഷൻ്റെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റും വൈയുടെ കോഎഫിഷ്യൻറ്റും എടുക്കുക. ആ കിട്ടുന്ന മെട്രിക്സിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എ എന്ന് കൊടുക്കുന്നത്. അടുത്തത് വേരിയബിൾ മെട്രിക്സ്. വേരിയബിൾ മെട്രിക്സ് ഫോം ചെയ്യുന്നത് ഈ തന്നിരിക്കുന്ന ലീനിയർ ഇക്വേഷനിലെ വേരിയബിൾസ് ഉപയോഗിച്ചാണ്. ഇവിടുത്തെ വേരിയബിൾസ് എക്സും വൈയും ആണ്. അതുകൊണ്ട് വേരിയബിൾ മെട്രിക്സ് ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞാൽ മെട്രിക്സ് എക്സ് വൈ ആയിരിക്കും. അടുത്തത് കോൺസ്റ്റൻറ്റ് മെട്രിക്സ്. കോൺസ്റ്റൻറ്റ് മെട്രിക്സ് ഫോം ചെയ്യുന്നത് ഈ തന്നിരിക്കുന്ന ലീനിയർ ഇക്വേഷൻസിലെ കോൺസ്റ്റൻ്റായ 1ഉം 7ഉം ഉപയോഗിച്ചാണ്. ദാറ്റ് ഈസ് ക്യാപിറ്റൽ ബി ഈസ് ഈക്വൽ ടു മെട്രിക്സ് 1 7. Thus we get capital A as matrix 2 5 3 2. It is formed by taking the coefficient in the linear equations. And capital B is equal to matrix 1 7 and capital X is equal to matrix XY. Now we form the equation AX is equal to B. From that equation we can find the value of X. Here X is equal to A inverse B. ഇവിടുത്തെ ക്യാപിറ്റൽ എ എന്ന് പറയുന്ന മെട്രിക്സ് ഓർഡർ 2 ആയിട്ടുള്ളൊരു മെട്രിക്സ് ആണ്. ഓർഡർ 2 ആയിട്ടുള്ളൊരു മെട്രിക്സിൻ്റെ എ ഇൻവേഴ്സ് കാണുന്നതിന് അല്ലെങ്കിൽ അഡ്ജോയിൻറ്റ് കാണുന്നതിന് എളുപ്പമാർഗം നമുക്കറിയാം. എങ്ങനെയാണ്? ഓർമ്മയുണ്ടോ? എ ഇൻവേഴ്സ് കാണുക എന്ന് പറഞ്ഞാൽ അഡ്ജോയിൻറ്റ് എ ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ ആണ്. 2/2 മെട്രിക്സിൻ്റെ അഡ്ജോയിൻറ്റ് കാണാനായിട്ട് നമുക്കറിയാം മെയിൻ ഡയഗണൽ എലമെൻസിനെ തിരിച്ചെഴുതുക, മറ്റേ ഡയഗണൽ എലമെൻസിൻ്റെ സൈൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെയല്ലേ ചെയ്യുന്നത്? അങ്ങനെ ചേഞ്ച് ചെയ്ത് നമുക്ക് അഡ്ജോയിൻ്റ് എ കണ്ടുപിടിക്കാം, ഡിറ്റർമിനൻ്റ് ഓഫ് എയും കണ്ടുപിടിക്കാം. അപ്പം എ ഇൻവേഴ്സിൻ്റെ വാല്യൂ അവിടെ കൊടുത്തു ഇൻറ്റു ബി. ബി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോം ചെയ്ത മെട്രിക്സ് ആണ് 1 7. അപ്പോൾ ഇക്വേഷൻ മെട്രിക്സ് 2 -5 -3 2 ഇൻറ്റു മെട്രിക്സ് 1 7 ദ ഹോൾ ഡിവൈഡഡ് ബൈ -11. ആ -11നെ കോമൺ എടുക്കുക. ദാറ്റ് ഈസ് അത് ഡിനോമിനേറ്ററിലായതുകൊണ്ട് -1/11 ആയി. ഡിനോമിനേറ്ററിലുള്ള മൈനസിനെ അങ്ങ് ന്യൂമറേറ്ററിലേക്ക് കൊടുത്തു എന്നേ ഉള്ളൂ. ന്യൂമറേറ്ററിലുള്ള മൈനസ് ഡിനോമിനേറ്ററിലേക്ക് കൊടുത്താലും ഡിനോമിനേറ്ററിലുള്ള മൈനസ് സൈനെ ന്യൂമറേറ്ററിലേക്ക് കൊടുത്താലും ചേഞ്ച് വരില്ല. അപ്പോൾ അതനുസരിച്ച് -11ൻ്റെ മൈനസ് സൈനെ നമ്മൾ മുകളിലേക്ക് കൊടുത്തു. അപ്പോൾ ഇക്വേഷൻ -1/11 ഇൻറ്റു രണ്ട് മെട്രിക്സ്, ആ രണ്ട് മെട്രിക്സിനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. Thus -1/11 ഇൻറ്റു 2 - 35 -3 + 14 മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. 2 - 35 എന്ന് പറയുമ്പം -33, -3 + 14 എന്ന് പറയുന്നത് സിംപ്ലിഫൈ ചെയ്യുമ്പം 11 കിട്ടി. ഇനി ആ മെട്രിക്സിന് പുറത്തൊരു സ്കെയിലാറാണ് -1/11. ആ -1/11 കൊണ്ട് മെട്രിക്സിനകത്തുള്ള ഓരോ നമ്പേഴ്സിനെയും മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇക്വേഷൻ -33/-11 -11/11. -33/-11 എന്ന് പറയുമ്പം 3 വരും. -11/11 ഡിവൈഡ് ചെയ്യുമ്പം -1 വരും. അപ്പോൾ ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞ എ ഇൻവേഴ്സ് ബി കാൽക്കുലേറ്റ് ചെയ്തപ്പം മെട്രിക്സ് 3 -1 എന്ന് കിട്ടി. ക്യാപിറ്റൽ എക്സിൻ്റെ വാല്യൂ നമുക്കറിയാം. ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ മെട്രിക്സ് ആണ്. വേരിയബിൾ മെട്രിക്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്തിരിക്കുന്ന മെട്രിക്സ് എക്സ് വൈ എന്നാണ്. അപ്പോൾ എക്സ് വൈ ഇസ് ഈക്വൽ ടു മെട്രിക്സ് 3 -1 എന്ന് കിട്ടി. രണ്ട് മെട്രിക്സസ് ഈക്വൽ ആകുവാണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് കമ്പോണൻസ് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വാല്യൂ എത്രയായിരിക്കും? 3.
വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വാല്യൂ -1 ആണ്. അതുകൊണ്ട് വാല്യൂ ഓഫ് y ഈസ് -1. ഈ പ്രോബ്ലം ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓർഡർ 2 ആയിട്ടുള്ള പ്രോബ്ലമാണ് ഇവിടെ നമ്മൾ ഇന്ന് പഠിച്ചത്. ഓർഡർ 3 ആയിട്ടുള്ള പ്രോബ്ലം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.